മനുഷ്യരുടെ റൂഹുകളെ പിടിക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കിയിരിക്കുന്നത് മലക്കുൽ മൗത്തിനെയാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഈ മലക്കുൽ മൗത്ത് മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു മരണ കാരണങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നിട്ടില്ല. ഒരാൾ പെട്ടെന്നങ്ങ് മരിച്ചു പോകുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആളുകൾ മലക്കുൽ മൗത്തിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇയാളാണ് എല്ലാവരുടെയും ഇങ്ങനെ റൂഹ് പിടിച്ചോണ്ട് പോണത്, മരിപ്പിക്കുന്നത്. അങ്ങനെയാണ് മലക്കുൽ മൗത്തിന്റെ പരാതിയത്തോട് അല്ലാഹു തആല മരണത്തിന് കാരണങ്ങൾ ഏർപ്പെടുത്തി. ഓരോ രോഗങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അപ്പൊ മലക്കുൽ മൗത്തിനെ നേരിട്ടാരും കുറ്റപ്പെടുത്തൂല. രോഗം വന്ന് മരിച്ചു, ആക്സിഡന്റായി മരിച്ചു എന്നപ്പോ നമ്മൾ പറയുക. മുമ്പ് അങ്ങനെയായിരുന്നില്ല, മലക്ക് ആണ് ഇതിന്റെ കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യൻ അല്ലാഹു തആല 99 മരണ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മരിക്കാൻ സാധ്യതയുള്ള 99 പ്രയാസങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോകും. പക്ഷെ അപ്പോഴൊന്നും മരിക്കൂല. പിന്നീട് അവസാനം മരണകാരണം, യഥാർത്ഥ മരണകാരണം ഉണ്ടാകുമ്പോഴാണ് ആള് ഇവിടുന്ന് ജീവൻ അയാൾ നഷ്ടപ്പെടുകയും അയാൾ മരണപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ ആത്മഹത്യക്ക് ശ്രമിച്ചാലും മരിക്കൂല. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും മരിക്കൂല. കാരണം ആത്മഹത്യ പോലും അല്ലാഹു അയാളുടെ മരണകാരണമായി തീരുമാനിച്ചിട്ടില്ല. ഇതുപോലെ ചില ആക്സിഡന്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയും. അത് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമല്ല. പടച്ചോൻ ആ മനുഷ്യൻ ആ അപകടത്തിൽ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അയാളുടെ മരണകാരണമല്ല. എന്നാൽ ചെറിയൊരു നെഞ്ചുവേദന വന്നിട്ട് മരിച്ചു എന്നിരിക്കാം, അത് അള്ളാഹു തീരുമാനിച്ച മരണത്തിന്റെ കാരണമാണ്. ആ കാരണം വന്നാലേ മരിക്കുള്ളൂ. അതിനു മുമ്പ് എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഏത് അപകടത്തിൽപ്പെട്ടാലും മരിക്കൂല, കാരണമായിട്ടില്ല എന്നല്ല അർത്ഥം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിശ്വാസികളുടെ പ്രമുഖനായ സഹാബിയാണ്. അള്ളാഹുവിന്റെ വാള എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടത്, സൈഫുള്ള. അദ്ദേഹം 120 യുദ്ധങ്ങളിൽ പങ്കെടുത്തയാളാണ്. റോമക്കാരുമായുള്ള, പേർഷ്യക്കാരുമായുള്ള വലിയ ശക്തി സേനകളുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു യുദ്ധത്തിൽ ഷഹീദാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചില്ല, ഷഹീദായില്ല. മൂത്തത്തെ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ 9 വാൾ ഒടിഞ്ഞുപോയി. 9 വാൾ അദ്ദേഹത്തിന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഷഹീദായില്ല. അവസാനം അദ്ദേഹം മരിക്കുന്നത് കട്ടിലിൽ കിടന്ന് മരിക്കുകയാണ്. അദ്ദേഹം ആ സമയത്ത് പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കൈ വച്ച് നോക്കിയാൽ, ഒരു കൈ വയ്ക്കാവുന്ന സ്ഥലത്ത് ഒന്നിരിക്കൽ ഒരു വാളിന്റെ വെട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു കുന്തത്തിന്റെ കുത്തുണ്ടാകും. അത്രയും കുത്തും വെട്ടും എന്റെ ശരീരത്തിൽ ഞാൻ യുദ്ധത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഷഹീദായില്ല. 120 യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും എനിക്ക് ഷഹീദാകാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാനിതാ ഒട്ടകം മരിക്കും പോലെ ഞാൻ ഈ കട്ടിലിൽ കിടന്ന് മരിക്കുകയാണെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ഷഹീദാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 120 യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും ഇങ്ങനെ ശരീരത്തിൽ വെട്ടും കുത്തും ഏറ്റിട്ടും അദ്ദേഹം ഷഹീദാകാതിരുന്നത്. അദ്ദേഹത്തിന്റെ മരണം അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നത് കട്ടിലിൽ കിടന്ന് സുഖമായി സ്വസ്ഥമായി മരിക്കണമെന്നുള്ളതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വിശ്വാസിയുടെ പേരക്കുട്ടിയാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയോട് പറയുന്നുണ്ട്, അങ്ങയുടെ പേരക്കുട്ടി ഹുസൈൻ കൊല്ലപ്പെടും നബി, കൊല്ലപ്പെടും. ഞാൻ വേണമെങ്കിൽ അദ്ദേഹം ഹുസൈൻ കൊല്ലപ്പെടുന്ന മണ്ണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു ചുവന്ന മണ്ണെടുത്ത് ജിബ്രീൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കർബലയിലെ മണ്ണായിരുന്നു. അപ്പൊ കർബലയിൽ വെച്ച് ആ ഡേറ്റിനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടേണ്ടത്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും യുദ്ധത്തിൽ കൊല്ലപ്പെടുകയില്ല. കൃത്യമായി ആ കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുപോലെയാണ് മരണത്തിന് അല്ലാഹു തീരുമാനിച്ച സമയവും ആ കാരണവും ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും മരിക്കുന്നു. നമ്മള് ശരീരം സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായി നടന്നു, രാവിലെ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചു, അറ്റാക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി, കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അല്ലാഹു തആല തീരുമാനിച്ച മരണകാരണം ആക്സിഡന്റ് ആയിരിക്കും, അങ്ങനെ മരിക്കും. ഈ റോഡിലൂടെ ശ്രദ്ധിച്ച് നടന്നു ആക്സിഡന്റിൽ രക്ഷപ്പെടാൻ വേണ്ടി, അതിന് അല്ലാഹു തആല തീരുമാനിച്ച മരണകാരണം വേറൊന്നായിരിക്കും. ഏത് കാരണമാണോ പടച്ചോൻ നമ്മുടെ മനീയത്തായി മരണകാരണമായി തീരുമാനിച്ചത്, അവിടെയാണ്, അതിലൂടെയാണ് നമുക്ക് മരണം സംഭവിക്കുക. അതിന് മുമ്പുണ്ടാകുന്ന 99ഓളം പ്രതിസന്ധികൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മരണത്തെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ആ മരണ കാരണം അവസാന സമയത്ത് വന്നിരിക്കും. അതിനുവേണ്ടി ഒരുങ്ങി ജീവിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് എപ്പോൾ മരിച്ചാലും എപ്പോഴും പോകാൻ റെഡിയാണ്. ഞാൻ തൗബ ചെയ്ത മനസ്സുമായി ആരോടും ബാധ്യതകളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.